അപ്പോൾ സിനിമയുടെ ഇന്റർവെൽ സമയമായിരിക്കുന്നു. രാഗിൻ കൊച്ചിയിൽ നിന്നും ചേരുന്നു. രാഗിൻ, ഇന്റർവെൽ സമയത്ത് എന്താണ് എല്ലാവർക്കും പറയാനുള്ളത്? മുഴുവൻ സിനിമയുടെ കഥയും പറഞ്ഞു കളയരുതെന്ന് പ്രത്യേകം പറയണം. ഒന്ന് ചോദിക്കും അവരോട് വിശേഷങ്ങൾ. നമ്മൾ ഇതിനോടകം പലരുടെയും പ്രതികരണം ചോദിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് എല്ലാവരും? എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, കിടിലൻ പടമാണ്. ഫസ്റ്റ് ഹാഫ് തകർത്തു. എല്ലാരും കാണേണ്ട പടമാണ്. എന്റെ വീട് നിങ്ങൾ അടിപൊളി പടം, അടിപൊളി പടം, അടിപൊളി പടം. ഹാഫ് ടൈം വരെ സെറ്റപ്പാണ്. ഇത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളത്. അടുത്ത കാത്തിരിക്കുകയാണ്. അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? ഇതുവരെ കൊള്ളാം. പിടിച്ചിരുത്തും. പിന്നെ സെക്കൻഡ് ഹാഫിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല വിഷ്വൽ ട്രീറ്റ് ആണ്. രാഗിൻ, ഇവരെല്ലാവരും ഈ കറുത്ത വസ്ത്രം ധരിച്ചെത്തിയത് എന്താണ് എന്ന് ചോദിക്കാമോ? കേട്ടില്ല, എന്താണ്? ഈ സിനിമ കാണാനെത്തിയവരും താരങ്ങളും ഒക്കെ ഇന്ന് കറുത്ത വേഷത്തിലാണല്ലോ, അത് എന്തുകൊണ്ടാണ് എന്നൊന്ന് ചോദിക്കാമോ? എല്ലാരും കറുത്ത വേഷത്തിലാണല്ലോ. എല്ലാം ബ്ലാക്ക് ഇട്ടൊക്കെയാണ്. മോഹൻലാലൊക്കെ തൊട്ട് ഇവിടെ അടിപൊളി, അടിപൊളിയാണ്. ചേട്ടൻ നേരത്തെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് പടം? പടം സൂപ്പറാ സാറേ. ഇനിയാ ബാക്കിയാണ് വരുന്നില്ലേ, ഇനിയാണ് വരുന്നത്, ഇനി അടുത്തതാണ് വരുന്നത്. അടിപൊളിയായിരിക്കും. ഇന്ത്യ കണ്ടതിൽ നമ്പർ 1 പടവും. ത്രില്ലാണ്. ചേച്ചി, എങ്ങനെയുണ്ട് പടം? നല്ല സിനിമയാണ്. പൃഥ്വിരാജ് പണിയെടുത്തിട്ടുണ്ട് കേട്ടാ. പൃഥ്വിരാജ് പണിയെടുത്തതിന് അടിപൊളി പടം, ഒന്നും പറയാനില്ല. എല്ലാരും കറുത്ത വേഷത്തിലാണല്ലോ. ലാലേട്ടൻ അടക്കം കറുത്ത വേഷം. എല്ലാവരും കറുത്ത വേഷം. എല്ലാവരും ബ്ലാക്ക് ഡ്രസ്. ഇതിനോടൊപ്പം ഈ സൂപ്പറാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും കറുത്ത വസ്ത്രമാണ് അണിഞ്ഞ് എത്തിയിരിക്കുന്നത്. കാരണം എമ്പുരാന്റെ തീമിൽ മോഹൻലാലിന്റെ വേഷം ആ നിലയിലായിരുന്നു. എന്തായാലും നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഹാഫ് ശരി രാഗിൻ, ആവേശത്തിന് ഒട്ടും കുറവില്ല. ആദ്യ പകുതി നന്നായി തന്നെ മുന്നോട്ട് പോയി. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ആസ്വാദകരെ പിടിച്ചിരുത്തുന്ന തരത്തിലാണ് സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് എന്നാണ് ആസ്വാദകരൊക്കെ ആവേശം കൊള്ളുന്നത്. രാഗിനാണ് വിശദാംശങ്ങൾ നൽകിയത്. എല്ലാവർക്കും നല്ല